മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണ് മമ്മൂട്ടി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. അത് തന്നെയാണ് ഞാനും വീണ്ടും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയോടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്രൈസ്. അത് പണമല്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾ ആർഭാട ജീവിതം അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ക്രൈസ്, അല്ലെങ്കിൽ അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിലും 74-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് അതിയായ പ്രണയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുള്ളത് സിനിമയോടാണ്. അടങ്ങാത്ത അഭിനിവേശം, ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു അഭിനിവേശം അദ്ദേഹത്തിന് സിനിമയോട് മാത്രമേ ഉള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയും അതിനോടനുബന്ധിച്ചുള്ള പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചതും ആ അഭിനയിച്ചതിലൊക്കെയും 100% അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയുടെ 100% അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, അതിൽ അദ്ദേഹം പുതിയ കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഈ സംഖ്യകൾ എത്രയൊക്കെ അടിച്ചമർ